കൊല്ലം അഞ്ചാലമൂട് GHSSൽ അധ്യാപകൻ +2 വിദ്യാർത്ഥിയെ മർദ്ദിച്ചെന്ന പരാതിയിൽ പോലീസ് കേസെടുത്തു. PT അധ്യാപകൻ റാഫിക്കെതിരെയാണ് അഞ്ചാലമൂട് പോലീസ് കേസെടുത്തത്. വിദ്യാർത്ഥിയെ തടഞ്ഞുവെച്ച് താക്കോൽ കൊണ്ട് മർദ്ദിച്ചെന്നാണ് കേസ്. മർദ്ദിച്ച അധ്യാപകനെ സസ്പെൻഡ് ചെയ്തുവെന്ന് മന്ത്രി V. ശിവൻകുട്ടി. അധ്യാപകനെ വിദ്യാർത്ഥിയാണ് ആദ്യം തല്ലിയത്. വിദ്യാർത്ഥികൾക്കെതിരെയും നടപടിയുണ്ടാകും. അധ്യാപകനെ തല്ലിയാലും വിദ്യാർത്ഥിയെ തല്ലാൻ പാടില്ല എന്നുള്ളതാണല്ലോ രീതിയെന്ന് മന്ത്രി പറഞ്ഞു. അതായത് ആദ്യം അവിടെ സംഭവിച്ച 1500 കുട്ടികളുള്ള വലിയ സ്കൂളാണ്. ആദ്യം സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഇതിലെ ഡിസിപ്ലിനൊക്കെ നോക്കുന്ന സ്പോർട്സിൻ്റെ അധ്യാപകനാണ്. അധ്യാപനം അടിച്ച് താഴെ ഇട്ടു കുട്ടികൾ. അധ്യാപനം എണീറ്റ് കുട്ടിയെ അടിച്ചു. അപ്പോൾ അധ്യാപനം അടി കിട്ടിയാലും കുട്ടി അടിക്കാൻ പാടില്ലെന്നുള്ള നിലപാടാണല്ലോ നമ്മുടെ നിലപാട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രഥമദൃഷ്ട്യ അന്വേഷണം റിപ്പോർട്ട് കിട്ടി. അധ്യാപനം സസ്പെൻഡ് ചെയ്തു. ഞാൻ ഇന്നലെ ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ബന്ധപ്പെട്ട വിദ്യാർത്ഥിയെ സസ്പെൻഡ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. കാരണം ക്യാമ്പസ് എന്ന് പറഞ്ഞാൽ അധ്യാപനം വിദ്യാർത്ഥി തമ്മിൽ തല്ലാനുള്ള സ്ഥലമല്ല. അത് ഒരു കാരണവശാലും അംഗീകരിച്ചു കൊടുക്കുന്നതിന് വേണ്ടി S. വിനീഷ് വിവരങ്ങളുമായി ചേർന്നു. വിനീഷ്, അധ്യാപകനെതിരെ നടപടി, പക്ഷേ ആദ്യം തല്ലിയത് വിദ്യാർത്ഥിയാണ് എന്ന് വിദ്യാഭ്യാസ മന്ത്രി തന്നെ സ്ഥിരീകരിക്കുന്ന സാഹചര്യം. ഏത് രീതിയിലേക്ക് നിയമ നടപടി രണ്ട് ഭാഗത്തേക്കും എന്നുള്ളതാണോ? തീർച്ചയായും അപർണ, +2 വിദ്യാർത്ഥിയെ മർദ്ദിച്ച കായികാധ്യാപകന്റെ പേരിലാണ് അഞ്ചാലമൂട് പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. തുടർന്ന് വിദ്യാഭ്യാസ മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം അധ്യാപകനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തതായിട്ടും ഇപ്പോൾ അറിയാൻ കഴിയുന്നുണ്ട്. കുട്ടിയെ 2 ആഴ്ചത്തേക്ക് സ്കൂളിൽ നിന്നും മാറ്റി നിർത്താനും നിർദ്ദേശമുണ്ട്. ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ച വൈകിട്ട് 3:45 കൂടിയായിരുന്നു ഈ സംഭവം ഉണ്ടായത്. അഞ്ചാലമൂട് ഗവൺമെന്റ് HSSലായിരുന്നു. ഈ ഇടവേള സമയത്ത് ക്യാന്റീന് സമീപം സംസാരിച്ചുകൊണ്ടിരുന്ന വിദ്യാർത്ഥികളാണ്. ഇവർ സഭ്യമല്ലാത്ത ഭാഷ ഉപയോഗിച്ചു. ഇത് അധ്യാപകൻ ചോദ്യം ചെയ്തു. ഇതാണ് ഈ ഒരു അക്രമത്തിലേക്ക് നയിച്ചത്. ഇത് സംഘർഷത്തിലേക്ക് കലാശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. തുടർന്ന് ഈ വിദ്യാർത്ഥി അധ്യാപകന് നേരെ കൈചൂണ്ടി സംസാരിച്ചു. ഇത് അധ്യാപകൻ ചോദ്യം ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഈ സ്റ്റാഫ് റൂമിന് സമീപത്തേക്ക് വിദ്യാർത്ഥിയെ കൂട്ടിക്കൊണ്ടുപോയി അധ്യാപകൻ മർദ്ദിക്കുകയായിരുന്നു എന്നാണ് വിദ്യാർത്ഥിയുടെ പരാതിയിൽ പറയുന്നത്. കയ്യിലുണ്ടായിരുന്ന താക്കോൽ കൂട്ടം ഉപയോഗിച്ച് വിദ്യാർത്ഥിയുടെ നെറ്റിക്കും അതുപോലെ തന്നെ ചിള്ളയ്ക്കും കൈക്കുമെല്ലാം മുറിവേൽപ്പിച്ചതായിട്ടും FIR-ൽ പറയുന്നുണ്ട്. സംഭവത്തിൽ പരിക്കേറ്റ വിദ്യാർത്ഥി ജില്ലാ ആശുപത്രിയിലും അതുപോലെ തന്നെ ഈ അധ്യാപകൻ കടക്കൽ ഗവൺമെന്റ് ആശുപത്രിയിലും ചികിത്സ തേടിയിട്ടുണ്ട്. വിദ്യാർത്ഥിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് അഞ്ചാലമൂട് പോലീസ് കേസെടുത്തത്. അധ്യാപകനെ മർദ്ദിച്ചെന്ന് കാണിച്ച് സ്കൂൾ HM പരാതിയും നൽകിയതായിട്ടാണ് നമുക്ക് അറിയുന്നത്. ഇത് രണ്ടും അന്വേഷിച്ച് ഇതിന്റെ റിപ്പോർട്ട് സമർപ്പിക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇപ്പോൾ പുറത്തു വന്ന വാർത്ത ഈ അധ്യാപകനെതിരെ നടപടിയെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് അപർണ. S. വിനീഷ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ